നിങ്ങളെ ഒന്ന് ഹൃദയം തൊട്ട് നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുക. ഞാൻ എൻ്റെ വീഴ്ചകളെ അംഗീകരിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ കുറ്റങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. കുറ്റങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഇത് ഭാര്യയാണിത് പലപ്പോഴും പറയുക, നിങ്ങളിത് എപ്പോഴും ഈ സ്വഭാവം മാറിയിട്ടില്ല കേട്ടോ എന്ന് പറയുന്നു. അപ്പം പറയുമ്പോൾ കുപിതനാകരുത്. നിങ്ങൾ ഒരു സെൽഫ് അനാലിസിസിന് തയ്യാറാണെങ്കിൽ, ഞാൻ എൻ്റെ ജോലിയിൽ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ, ഞാൻ എൻ്റെ പെരുമാറ്റത്തിൽ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ, ഞാൻ മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയുന്ന അഭിപ്രായത്തെ സാഗൂതം കേൾക്കേണ്ടതുണ്ട്. വളരെ വളരെ താല്പര്യത്തോടു കൂടി കേൾക്കേണ്ടതുണ്ട്. എൻ്റെ ഭാര്യ എൻ്റെ വീഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ, ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് മാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത്. ഈ കുറ്റപ്പെടുത്തലും ഒക്കെയും തന്നെയും മാറ്റിയെടുക്കാനാണ് ഞാൻ അഭയം പ്രാപിക്കുന്നത്. ഞാൻ വലിയ ശക്തിക്ക് അഭയം പ്രാപിക്കുന്നത്. എനിക്ക് സാധ്യമാകാത്തതിന് സാധ്യമാക്കാനാണ് ഞാൻ കണ്ടെത്തുന്ന ദൈവത്തെ അംഗീകരിക്കുന്നത്. ദൈവത്തിലെങ്കിലേക്ക് ഞാൻ കണ്ടെത്തുന്ന ദൈവത്തിങ്കിലേക്ക്, ഞാൻ കണ്ടെത്തുന്ന ആശയങ്ങളിലേക്ക്, ഞാൻ കണ്ടെത്തുന്ന മൂല്യവ്യവസ്ഥിതിയിലേക്ക് ഞാൻ എന്നെ വിട്ടുകൊടുക്കുന്നു. ഞാൻ എന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കുന്നു. ആ പൂർണ്ണമായും വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് സുബോധാവസ്ഥയുടെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. തിരുത്താനുള്ള സന്നദ്ധതയും പുറത്തേക്ക് വരുന്നു. ഞാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത് തിരുത്താനുള്ള സന്നദ്ധത കാണിക്കാതിരിക്കുന്നതിന് കാരണമായി തീരാറുണ്ട്. സംഘർഷരഹിതമായ ഒരു മനസ്സ് നമുക്ക് പ്രധാനമാണ്. സംഘർഷം എന്ന് പറയുന്നത് ആന്തരിക സംഘർഷം, മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വിങ്ങൽ, പൊട്ടൽ, പൊട്ടിത്തെറി തുടങ്ങിയിട്ടുള്ളവ ഒരു ആൽക്കഹോളിക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ സൗഭാഗ്യമാണ് അതുണ്ടെങ്കിൽ. പക്ഷെ അത് പുറത്തു നിന്നുണ്ടാകുന്നതല്ല, അകത്തു നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് ഞാൻ എന്നെ തന്നെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് ഉള്ളത്. ഞാൻ മാറ്റത്തിന് തയ്യാറാണോ എന്നുള്ളത്. അതാണ് എനിക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കി തരുന്നത്. എന്ത് വിചാരിക്കുമ്പോഴും എന്ത് പറയുമ്പോഴും നടക്കൂല, അത് നടക്കൂല, അത് ശരിയാവില്ല എന്ന് പറയുന്ന ആള് അശുഭാപ്തി വിശ്വാസിയാണ്, പെസിമിസ്റ്റാണ്. ഓപ്റ്റിമിസ്റ്റ് ആകണം. ഞാൻ ഇതുവരെ ചെയ്തതിൽ പരാജയപ്പെട്ടു, പക്ഷെ എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ ശ്രമിക്കും, ഞാൻ ഇന്ന് ശ്രമിക്കും എന്ന് പറയുന്നത് സുബോധാവസ്ഥയുടെ ഒരു ആദ്യത്തെ ഘട്ടം മനോഹരമായി തരണം ചെയ്യുന്ന ആളിൽ നിന്നാണ് അത് ഉണ്ടാകുന്നതെന്ന് അർത്ഥമുള്ളത്. പരാജയത്തിൽ അവർ തളരുകയില്ല, പരാജയത്തിൽ തളരാത്ത മനസ്സിനെ ഉണ്ടാക്കി തീർക്കുന്നു എന്നുള്ളത്. ഞാൻ വീട്ടുകാരിയെ നോക്കുന്നുണ്ട്, കുട്ടികളെ നോക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഇടയ്ക്ക് കുടിച്ചാൽ നിനക്ക് എന്താണ്, ഞാൻ കുടിക്കുന്നത് വീട്ടിനകത്തിരുന്നല്ലേ, കുടിക്കുന്നത് പുറത്തു നിന്നല്ലല്ലോ എന്നൊക്കെയുള്ള ന്യായവാദങ്ങൾ നടത്തുന്ന ആൾ എല്ലാം തകരുവാൻ ഏതാനും നിമിഷങ്ങളെ നിങ്ങളുടെ കാൽക്കീഴിലുള്ളൂ. ഇനി അതുകൂടെ കുത്തിയൊലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായ പതനത്തിൽ എത്തിച്ചേരും എന്നുള്ളത്, അല്ലെങ്കിൽ അതാണ് അടുത്ത സാധ്യത എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ പരാജയത്തിൽ നിന്ന് നാം നമ്മുടെ മുന്നോട്ടേക്ക് പോകുവാനുള്ള ശക്തി ഉണ്ടാക്കി തീർക്കുന്നു. ഒക്കെ പടികളെ വെച്ചുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്, പടികൾ ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. പരാജയത്തിൽ തളരാത്ത മനസ്സ് ഒരു മെമ്പറെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. വീണ്ടും ശ്രമങ്ങൾ നടത്തുമ്പോൾ അനുകൂലമായിരിക്കുന്ന ഘടകങ്ങൾ കണ്ടെത്തുകയും തൻ്റെ കഴിവുകളെ കണ്ടെത്തുകയും ആ കഴിവുകൾ പ്രയോഗിക്കുകയും കഴിവില്ലായ്മ ഇല്ലാതാക്കി തീർക്കാൻ, കഴിവില്ലായ്മയ്ക്ക് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതകരമായ തരത്തിൽ സുബോധാവസ്ഥ പടികയറി ആഹ്ലാദത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്.